പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അത്യാവശ്യം നല്ലോണം കഴിച്ചുകൊണ്ട് ഒന്ന് കിടന്നുറങ്ങണം എന്ന ചിന്തയിലാണ് നില റൂമിലെത്തി ബെഡിലേക്ക് വീണത്. അവളൊന്ന് മയങ്ങാൻ തുടങ്ങുന്ന നേരമാണ് അമ്മ അവൾക്കടുത്തേക്ക് വരുന്നത്. തലയിലേറ്റ തലോടലിൽ അവൾ പുഞ്ചിരിയോടെ കണ്ണു തുറന്നു. അമ്മമ്മയെ ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ലല്ലോ, എപ്പോഴും റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിപ്പാണല്ലോ. ചില നേരം ആകൊരു വയ്യായികയാണ്. എന്തു പറ്റി? നില വേഗം എഴുന്നേറ്റിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോയാലോ മോളെ? നമുക്ക് രണ്ടാൾക്കും അവിടെ നിൽക്കാം. പറയണത് മനസ്സിലാവാതെ നില അമ്മമ്മയെ നോക്കി. എവിടേക്ക്? അവിടെ വീട്ടിലേക്കോ? ആ, അമ്മമ്മയല്ലേ ഇങ്ങോട്ട് പോരാൻ തിടുക്കം കാണിച്ചത്? അമ്മമ്മയുടെ ജീവൻ ഇവിടെയാണെന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മമ്മ? അമ്മമ്മയും ആൻറ്റിയും തമ്മിൽ നല്ല അടുപ്പമാണല്ലോ. ഇനി ഇവർ തമ്മിൽ ഞങ്ങളറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടോ? നിലയുടെ ചിന്തകൾ പോയത് ആ വഴിക്കാണ്. അമ്മമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. മോൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മമ്മയ്ക്ക് അറിയാം. നീലിമയോടും ജിതിനോടും ഞാൻ സംസാരിച്ചോളാം. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് തിരിച്ചു പോവാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അമ്മമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ജിതിനേട്ടനും ചേച്ചിക്കും ഒപ്പമല്ലാതെ ഞാൻ എവിടെയാ ഹാപ്പിയായിരിക്കുക? ജിതിനേട്ടൻ മാത്രം പോരെ എൻ്റെ ജീവിതം കളറാവാൻ? അവർ വേദനയോടെ നിലയുടെ കൈ പിടിച്ചു. മോളി ചെയ്യുന്നത് തെറ്റാണ്. ജിതിനിപ്പോൾ മോളെ ചേച്ചിയുടെ ഭർത്താവാണ്, സഹോദരനാണ്. അവനെ മോഹിക്കരുത്. നീലിമ ഇല്ലാതെ അവൻ്റെ കൂടെയുള്ള ഈ കറക്കം ഒന്നും വേണ്ട. അമ്മമ്മയുടെ വാക്കുകളിൽ നില വെട്ടിവിറച്ചു പോയി. അമ്മമ്മേ, ഞാൻ അങ്ങനെ എനിക്ക് നിലാകെ വിയർത്തു. വാക്കുകളിൽ അവൾക്ക് മറുപടി നൽകാൻ കഴിയാതായ നിമിഷം. അമ്മമ്മയോട് മോള് ഒന്നും മറക്കണ്ട. എനിക്ക് അറിയാം ജിതിനെ മോൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരുന്നെന്ന്. ഇതൊന്നും അറിയാതെയാണ് നീലിമയുടെ കാര്യം വന്നപ്പോൾ തീരുമാനമെടുത്തത്. എൻ്റെ കുഞ്ഞ് ഒരുപാട് വിഷമിച്ചെന്ന് അമ്മമ്മയ്ക്ക് അറിയാം. അവർക്കൊപ്പം നിൽക്കാൻ പറ്റാതെയാണ് ഹോസ്റ്റലിലേക്ക് മാറിയതെന്നൊക്കെ അമ്മമ്മയ്ക്ക് മനസ്സിലായി. നില മറുപടി നൽകാനാവാതെ അമ്മമ്മയെ നോക്കാനാവാതെ തലകുനിച്ചിരുന്നു. അതന്നത്തെ പൊട്ട ബുദ്ധി. ഇന്ന് എനിക്ക് ആ ഒരു ചിന്ത കൂടി മനസ്സിലെങ്ങും ഇല്ലെന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചിട്ടും പറയാനാവാതെ ഷോക്കേറ്റ പോലെ ഇരുന്നു നില. അമ്മമ്മ അറിഞ്ഞു. ഇനി ആൻറ്റിയും അങ്കിളും അറിയും, പിന്നെ ചേച്ചിയും ജിതിനേട്ടനും. നിമിഷ നേരത്തെ നില തളർന്നു. അവളുടെ തളർച്ച വേദനയോടെ നോക്കി അമ്മമ്മ. അവളെ എങ്ങനെ തിരുത്തും? ഈ സങ്കടത്തിന് എങ്ങനെ കരകയറ്റും? അറിയാതെ മനസ്സിൽ വയ്ക്കില്ലേ മോളെ? മുന്നേ ആയിരുന്നെങ്കിലും അമ്മമ്മ മോളെ തിരുത്താൻ ശ്രമിക്കുമായിരുന്നുള്ളൂ. കാരണം ജിതിനൊരിക്കലും മോളെ കണ്ടത് ആ നിലയ്ക്കല്ല. അവനും നീലിമയ്ക്കും മോളെ പോലെയാണ് നില. അവൾക്ക് ജിതിനോട് പ്രണയം എന്നൊക്കെ അവൻ അറിഞ്ഞാൽ നീലിമയുടെ ജീവിതം കൂടി തകരും. എൻ്റെ കുഞ്ഞ്, അമ്മമ്മ പറയുന്നത് കേൾക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ ആരും ഒന്നും അറിയില്ല. അമ്മമ്മ സംസാരിച്ചോളാം. ജിതിൽ നിന്ന് ഒന്നാക്കുന്നു മാറി നിന്നാൽ ഈ പ്രണയവും തോന്നലും മാറും. ഇനി ദൂരേക്ക് ജോലിക്ക് വലുത്ത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേ. എവിടേക്കാണെങ്കിലും അമ്മമ്മ മോൾക്കൊപ്പം വരാം. അവർ അവളെ തഴുകിയും തലോടിയും പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിലയുടെ കണ്ണുകൾ സാഗരം തീർത്തു. വാക്കുകളില്ലാതെ അവൾ തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ ഉഴറി. തലോടിക്കൊണ്ടിരുന്ന കൈകൾ നിശ്ചലമായത് ഏതാനും നിമിഷങ്ങൾ കടന്ന ശേഷമാണ് നില അറിഞ്ഞത്. എൻ്റെ മനസ്സിൽ ഒന്നുമില്ലെന്ന് അമ്മമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ മുഖമുയർത്തിയ നില കാണുന്നത് നിശ്ചലം ആയതുപോലെ വാതിക്കലേക്ക് നോക്കിയിരിക്കുന്ന അമ്മമ്മയാണ്. ഭയന്നു തന്നെയാണ് അവളും അങ്ങോട്ട് നോക്കിയത്. വാതിക്കൽ ചുവരിൽ ചാരി നിൽക്കുന്ന ജിതിൻ. അമ്മമ്മ പറഞ്ഞത് എല്ലാം ഒന്നുവിടാതെ കേട്ടുവന്നതിന് തെളിവാണ് അവൻ്റെ നിറഞ്ഞു കലങ്ങിയ കണ്ണുകൾ. നിലയ്ക്ക് ഇപ്പോഴും വയ്യായിക കൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിലയെ വിളിക്കാൻ വന്നതാണ് അവൻ. അവനെ തളർത്തിയത് അമ്മമ്മ ഇത്രയും പറഞ്ഞിട്ടും എതിർത്ത് ഒരു വാക്കും മിണ്ടാതെ എല്ലാം ശരിയെന്ന പോലെ കണ്ണീരൊഴുക്കുന്ന നിലയാണ്. കല്യാണം തീരുമാനിച്ചത് മുതൽ തന്നിൽ നിന്ന് അകന്നു കരഞ്ഞു വിഷമിച്ച് നടന്ന നിലയെ ഓർക്കാൻ അവന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല. അതോടെ അവൻ്റെ തളർച്ച പൂർത്തിയായി. ജിതിനേട്ടാ, ഞാൻ നില ഓടിച്ചെന്തും ജിതിൻ ഒരടി പിന്നിലേക്ക് നീങ്ങി. അവൻ്റെ അവജ്ഞതയോടെയുള്ള നോട്ടത്തിൽ നില ഒന്ന് സ്റ്റക്കായി. ഇനി മൗനം പാലിച്ചാൽ എല്ലാ വിശ്വാസവും ഇവിടെ തീരുമെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ലെന്ന് മുന്നേ പൊട്ടബുദ്ധിക്ക് ചിന്തിച്ചു പോയതാണെന്നും പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ അവൾ ശ്രമം നടത്തി. പക്ഷേ അവൾ പറയുന്നതോ പറയാൻ ശ്രമിക്കുന്നതോ ഒന്നും ജിതിൻ കേട്ടില്ല. അച്ഛമ്മ കുറച്ചു മുന്നേ സംസാരിച്ചത് മാത്രം അവൻ്റെ ചെവിയിൽ തങ്ങി നിന്നു. താൻ പറയുന്നതൊന്നും അവനിലേക്ക് എത്തുന്നില്ല എന്നത് മനസ്സിലായ നിമിഷം അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്ക് ജിതിനേട്ടാ. എന്നിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു, അല്ലാതെ ഇങ്ങനെ വെറുപ്പോടെ നോക്കല്ലേ. അവൾ പറഞ്ഞത് ജിതിൻ കേട്ടോന്ന് സംശയമാണ്. അതിനു മുന്നേ അവൻ അവളെ അവനിൽ നിന്ന് തട്ടി മാറ്റിയിരുന്നു. നീ അപ്പോൾ എന്നെ അങ്ങനെയാണോ കണ്ടിരുന്നത്? എൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും നിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്നോട് പ്രണയമായിരുന്നോ?
ഇപ്പോൾ ഒന്നിച്ച് പുറത്ത് പോയപ്പോൾ പോലും നീ എനിക്ക് നീലിമയ്ക്കും നീ ആരാന്നറിയോ? നിൻ്റെ മനസ്സിൽ എനിക്ക് എന്തൊക്കെയാ നീ? തലയിൽ കൈവച്ച് ജിതിൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വിശ്വജിത്തിനെയോ അവരുടെ റിലേഷനെയോ എല്ലാം ആ നിമിഷം ജിതിൻ മറന്നു. ജിതിനേട്ടാ. നീലിമയുടെ വിളി വന്നപ്പോൾ ജിതിൻ പരിസരബോധം വന്നതുപോലെ ഒന്ന് ചുറ്റും നോക്കി. പിന്നെയാണ് നീലിമയ്ക്ക് വയ്യെന്ന് അവൻ ഓർക്കുന്നത്. വേഗം അവൻ തിരിഞ്ഞ് റൂമിലേക്ക് ഓടി. മോളെ, അമ്മമ്മേ. നീല ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അമ്മമ്മയെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. മുന്നേ ഒരു ദിവസം അച്ഛനും അമ്മയും ജിതിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു വാക്കിൽ അവരെ നഷ്ടപ്പെട്ടതിന് ശേഷം എപ്പോഴോ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നു എന്നല്ലാതെ ജിതിനോടൊപ്പമുള്ള ഓരോ സമയത്തും അങ്ങനെ ഒരു നോട്ടമോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കിടന്നത് ജിതിനേട്ടനും പോലും അറിയാതെ പോയത്. ചേച്ചിയുടെയും ജിതിനേട്ടനെയും കല്യാണം കഴിഞ്ഞത് പിന്നെ എൻ്റെ ഉള്ളിൽ ഉള്ളതെല്ലാം ഞാൻ കളഞ്ഞിരുന്നു. പൊട്ടബുദ്ധിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയ കുറ്റബോധം കൊണ്ടാണ് ഹോസ്റ്റലിലേക്ക് മാറിയതൊക്കെ. അല്ലാതെ ഞാനിപ്പോഴും സമാധാനിക്കും മോളെ. ജിതിൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാ. വെപ്രാളത്തോടെ ശ്വാസം പിടിച്ചു വച്ചുള്ള അവളുടെ സംസാരം കണ്ട് അമ്മമ്മ അവളെ അടക്കി പിടിച്ചു. എനിക്ക് കോളേജിലുള്ള വിശ്വജിത്ത് സാറിനെ ഇഷ്ടമാണ്. ജിതിനേട്ടനെ നിരഞ്ജിച്ചിയും അത് അറിയുകയും ചെയ്യാം. അവർ സാറിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അമ്മയോട് പതിയെ പറയാമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ട ഷോക്കാണ് അവന്. മോള് വിഷമിക്കില്ലേ, അമ്മമ്മ സംസാരിക്കുക അവനോട്. മുമ്പ് അച്ഛനും അമ്മയും നഷ്ടമായ സമയത്തു നില ബെഡിലേക്ക് ചുരുണ്ടുകൂടിയതുപോലെ വീണ്ടും കൂനിക്കൂടി കിടന്നു. അവളുടെ ആ കാട്ടായം അമ്മമ്മയെ ഭയപ്പെടുത്തി. അമ്മേ, നില ഉറങ്ങാണോ? നീലമ്മയ്ക്ക് തലച്ചുറ്റ്. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരാം. ഷീജ വാതിക്കൽ വന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്ന് തലയാട്ടാനേ അവർക്ക് കായുള്ളൂ. നിലയെ വിട്ട് എണീറ്റ് ചെല്ലാൻ ആവാതെ അവളെ പൊതിഞ്ഞു പിടിച്ച് അവരും കിടന്നു. ചേച്ചിക്ക് തല ചുറ്റി, ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ചേച്ചിയും എല്ലാം അറിഞ്ഞു. നില പില്ലോ കൊണ്ട് മുഖം മറച്ചു. നേരം കുറച്ച് കടന്നതും അമ്മമ്മ പയ്യെ മയങ്ങിപ്പോകുന്നത് നില അറിഞ്ഞു. ആ നേരം കൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്ത് വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങുകയാണ് നില ചെയ്തത്. ഇനി ചേച്ചിയെ കാണാൻ വയ്യ. ജിതിനേട്ടൻ്റെ മുഖത്തെ വെറുപ്പ് കാണാൻ വയ്യ. സേതുവിൻ്റെ അടുത്തേക്ക് പോകാം, എന്നിട്ട് വിശ്വത്തിനെ വിളിക്കാം എന്നൊക്കെ തീരുമാനിച്ച് ബസ് കയറിയ ശേഷം സേതുവിനെ നില കോണ്ടാക്ട് ചെയ്തു. പക്ഷേ ഫോൺ എടുത്തത് സേതു ആയിരുന്നു. സേതു ചേച്ചിയും ആതിരാൻ്റെയും കൂടി അമ്പലത്തിൽ പോയേക്കാണ്. അപ്പച്ചിയും മാമനും ജിത്തേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയെ ജിത്തേട്ടന് കല്യാണം ആലോചിച്ച് വന്നത്. നിശ്ചയം പെട്ടെന്നുണ്ടാവും. അമ്മയും ശരത് മാമനും അതിനുള്ള സമയം നോക്കാൻ പോയേക്കാണ്. നിലയാണ് വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ സേതു സന്തോഷത്തോടെ പറഞ്ഞ കാര്യങ്ങൾ നിലയുടെ തളർച്ച പൂർത്തിയാക്കി. ഇനി ഇങ്ങോട്ട് എന്നറിയാതെ നിന്ന നിമിഷമാണ് സനിയെ അവൾ ഓർക്കുന്നതും അവനരികെത്തുന്നതും. ആകെ മരയിച്ച അവസ്ഥയിൽ എന്നെ ഇനി അന്വേഷിക്കേണ്ട, ഞാൻ ആർക്കും ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ജിതിനൊരു മെസ്സേജ് ഇട്ട ശേഷം ആ ഫോൺ പോലും നില കളഞ്ഞു. പിന്നെ സനിക്കൊപ്പം ദുബായിലേക്ക് പോകുന്നതിന് തലേന്ന് രാത്രി നില ഒന്നുകൂടെ സേതിയുടെ വീട്ടിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് ആതിരയാണ്. എൻ്റെ മോളെ, നീ എവിടെയാണ്? നിന്നെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് സേതി ബഹളമായിരുന്നു. നാളെ സേതിയുടെ നിശ്ചയമാണ്. വിശ്വജിത്ത് സാർ? ആ ഉണ്ട്. ദൂരെ കൂടുതൽ കാരണം ചെക്കൻ്റെ വീട്ടുകാർ തലേന്നേ വന്നു. അവിടെ തറവാട്ടിലാണ് അവരൊക്കെ ഉള്ളത്. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ നില ഫോൺ വെച്ചു. മടക്കി വെച്ച കാൽമുട്ടിലേക്ക് മുഖം ചേർത്തിരിക്കുന്ന നിലയെ തന്നെ നോക്കിയിരിക്കുകയാണ് സനി. സനിക്ക് അറിയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തിട്ടുള്ള ഇരിപ്പാണ്. കണ്ണു നിറഞ്ഞ് ഒഴുകുന്നുണ്ട് എന്നല്ലാതെ വേറെ ഭാവങ്ങളൊന്നും അവളുടെ മുഖത്തില്ല. വിശ്വജിത്തും സേതിയും. സനിക്കത് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. അറിഞ്ഞതും അറിയാത്തതുമായി ഇനിയും എന്തൊക്കെയോ ബാക്കിയാണെന്ന് അവന് തോന്നി. നിലയെ എഴുന്നേൽപ്പിച്ച് റൂമിലേക്ക് വിട്ട് വന്ന് കിടക്കുമ്പോൾ ജിതിനെ വിളിക്കണം, അവനോട് സംസാരിക്കണം എന്നതാണ് സനിക്ക് ആദ്യം തോന്നിയത്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.